നാടകം കൊച്ചുകുഞ്ഞുപദേശി ദൈവത്തിൻ്റെ അത്ഭുതദാസൻ. നാടകരചന അലക്സ് വഴിയുന്നു. 1783 മധ്യ തിരുവിതാംകൂറിലെ ആറന്മുളയ്ക്ക് സമീപം ഇടയാറന്മുളയിൽ മുത്താമ്പാക്കൽ ഇട്ടിയുടെയും പെരിങ്ങാട്ട് പടിക്കൽ മറിയാമ്മയുടെയും 8ാമത്തെ മകനായി ജനിച്ച ഇട്ടി വർഗീസ് എന്ന കൊച്ചുകുഞ്ഞ് ശൈശവ വിവാഹം നിലനിന്നിരുന്ന കാലത്ത് 12ാമത്തെ വയസ്സിലാണ് കുറിയന്നൂർ വട്ടപ്പാറ വീട്ടിൽ ഏലിയാമ്മയെ വിവാഹം കഴിച്ചത്. 15ാം വയസ്സിൽ അമ്മ മരിച്ചു. സൺഡേ സ്കൂൾ അധ്യാപകൻ, സുവിശേഷ പ്രചാരകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരവെ 17ാം വയസ്സിൽ സ്വജീവിതം ദൈവവേലയ്ക്കായി സമർപ്പിച്ചു. ക്രിസ്തീയ പരിചരണ കേന്ദ്രങ്ങൾ, വൃദ്ധസദനങ്ങൾ എന്നിവ രൂപീകരിച്ചു. 20ാം വയസ്സിൽ അപ്പൻ മരിച്ചു. അപ്പൻ്റെയും അമ്മയുടെയും മരണശേഷം വീട്ടുകാര്യങ്ങളും കൃഷിയും 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും പൂർണ്ണമായും തൻ്റെ ചുമലിലായി. മുഴുവൻ സമയ സുവിശേഷകനായ അദ്ദേഹം കോളറ പടർന്നു പിടിച്ച 1928 സന്നദ്ധ പ്രവർത്തകനായി പ്രവർത്തിച്ചു. പ്രശസ്ത സുവിശേഷകനായ സാധു സുന്ദർ സിംഗിനെ പോലെ കർത്താവിൻ്റെ ദർശനം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കാൽവരിയിലെ കുരിശിൻ്റെ മഹത്വം അദ്ദേഹം സാധാരണക്കാർക്ക് കാണിച്ചു കൊടുത്തു. 1945 സ്വർഗീയവാസത്തിലേക്ക് ചേർക്കപ്പെട്ട ആ ദൈവദാസന്റെ ധന്യസ്മരണയുടെ 80 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ വേളയിൽ കൊച്ചുകുഞ്ഞുപദേശിയുടെ കുടുംബജീവിതത്തെ അടിസ്ഥാനമാക്കി രചിച്ച സ്വതന്ത്ര ആഖ്യാനമാണ് വിശ്വാസ സമൂഹത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന കൊച്ചുകുഞ്ഞുപദേശി ദൈവത്തിൻ്റെ അത്ഭുതദാസൻ. ആനന്ദമുണ്ട്, എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആനന്ദമുണ്ട്, എനിക്ക് യേശു മഹാരാജ സന്നിധിയിൽ ആനന്ദമുണ്ട്, എനിക്ക് ആനന്ദമുണ്ട്. ഗദ്യത്തിലും പദ്യത്തിലുമായി 1 ഡസൻ പുസ്തകങ്ങളും ആശ്വാസഗീതങ്ങൾ എന്ന പേരിൽ 210-ലധികം സ്തുതിഗീതങ്ങളും എഴുതി. ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കിയ സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന പേരിൽ പ്രശസ്തനായ ഈ സുവിശേഷകൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. ഇന്നലത്തെ രാത്രിയോഗം കഴിഞ്ഞ് വരുന്നെന്ന് പറഞ്ഞായിരുന്നു. വെളുപ്പിനെ ഇനി എത്താന്ന് പറഞ്ഞു. ഇപ്പൊ വരുമായിരിക്കും. നിങ്ങൾ രാവിലെ വല്ലതും കഴിച്ചോടി കൊച്ചേ? കൊച്ചുങ്ങൾ എന്തിയേ? അവരകത്തൊട്ട് പറയാൻ വെച്ചേ. ഇത്തിരി പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, അത് കൊച്ചുങ്ങൾക്ക് കൊടുത്തു. ഞാനും ഇച്ചിരി കഞ്ഞിവെള്ളം കുടിച്ചു. എന്തൊരു കഷ്ടമാണ് എലിക്കുട്ടി. ഇവൻ ഇങ്ങനെ രാത്രിയും പകലും
എല്ലാം ദൈവം നടത്തുന്ന അച്ചായന്റെ വിശ്വാസം. ഒരു തരത്തിൽ പറഞ്ഞ എല്ലാം ദൈവം നടത്തുന്നത് പോലെ മറിയാമ്മച്ചി എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്നു. അവൻ വരുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞു നോക്കട്ടെ. എടാ കൊച്ചുകുഞ്ഞേ, എന്താ മറിയാമ്മച്ചി രാവിലെ വിശേഷിച്ച്? ഞാൻ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക. പ്രാർത്ഥന പ്രസംഗം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുടുംബം നോക്കാതെ നടന്ന ഇതുങ്ങളുടെ ഗതി എന്താവുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇവർക്ക് വായും വയറും ഇല്ലടാ. അക്കാര്യം നീ എന്താ ഓർക്കാത്തത്? അമ്മച്ചി, ആത്മാവിലുള്ള ആഹാരമല്ലേ പ്രധാനം? അതെന്താ മറിയാമ്മച്ചി ചിന്തിക്കാത്ത? എനിക്ക് ആത്മീയാഹാരം കഴിഞ്ഞേ മറ്റെല്ലാം ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും അത് വേണ്ടോളം ഉണ്ട്. നിനക്കത് മതിയായിരിക്കും. പക്ഷേ ഈ കൊച്ചുങ്ങളുടെ കാര്യം, അവര് വായും വയറും കാഞ്ഞ് എത്ര ദിവസമായി ഇങ്ങനെ? അതിന് ആത്മീയാഹാരം എന്ന് പറഞ്ഞാൽ മതിയോടാ? ഞാനൊന്നും പറയുന്നില്ല, എനിക്കൊന്നും ദഹിക്കുന്നില്ല നിന്റെ ഈ ഏർപ്പാട്. എലി, എന്തായാലും നീ 2 കാപ്പി ഉണ്ടാക്കും. ഒന്ന് മറിയാമ്മച്ചിക്കാം, നല്ല ചൂടോടിങ്ങി എടുക്ക്. എനിക്ക് നിന്റെ കാപ്പി ഒന്നും വേണ്ട. ഇവരുടെ സങ്കടം കാണുമ്പോ എങ്ങനെയാ നിന്റെ കാപ്പി ഇറങ്ങുന്നേ? മറിയാമ്മച്ചി പെണ്ണങ്ങാതെ. എലി, നീ കാപ്പി എടുക്ക്. അത് പിന്നെ ഇവിടെ കാപ്പിപ്പൊടിയും ചക്കരയും ഒന്നുമില്ല. എല്ലാം തീർന്നിട്ട് 2 ദിവസമായി. അയ്യോ എന്റെ എലിക്കുട്ടി, നീ എന്നതാണ് ഈ പറയുന്നത്? എനിക്ക് മറിയാമ്മച്ചി, സത്യം പറഞ്ഞ കുഞ്ഞുങ്ങൾ വയറ് നിറച്ചു വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. അച്ഛനെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഞാൻ ആരോടാ പിന്നെ പറയേണ്ടത്? നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ കൊച്ചുകുഞ്ഞെ? നീ ഇങ്ങനെ സുവിശേഷം എന്ന് പറഞ്ഞ് നടന്ന ഇവരിവിടെ പട്ടിണി കിടന്ന് മരിച്ചാലും നീ അറിയത്തില്ലല്ലോടാ. എന്റെ ദൈവമേ, ആ കൊച്ചുങ്ങളെ ഒന്ന് വിളിച്ചേടി. ഞാനും കൊച്ചുങ്ങളെ പുറത്തോട്ട് കണ്ടിട്ട് 2 ദിവസമായല്ലോ. അവരവിടെ കിടക്കട്ടെ മറിയാമ്മച്ചി. അല്ല, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. മക്കളെ, എടാ ശാമുവേൽ കുട്ടി. നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്. നിന്നെ ഞാൻ എവിടെ എല്ലാം തിരക്കി. എനിക്കറിയാം നീ ഇവിടെ കാണുമെന്ന്. അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവരുടെ സങ്കടം കേട്ട് അങ്ങ് നിന്നുപോയി. ഒരു കണക്കിന് പറഞ്ഞ ഇവൻ പട്ടിണിയാച്ചായ. കൊച്ചുകുഞ്ഞാണെങ്കിൽ ആത്മാവിനുള്ള ഭക്ഷണം വയറ് നിറച്ച് കഴിച്ച് ഇതാ ഇപ്പൊ ഇങ്ങോട്ട് വന്നു കയറി. ഇന്നലെ അവൻ ഇവിടെ ഇല്ലായിരുന്നു. നീ ഇങ്ങനെ ഉപദേശവും ഉപവാസവുമായിട്ട് നടന്നാ മതിയോ? ഈ കൊച്ചുങ്ങൾക്ക് തളങ്ങി ചെലവിന് കൊടുക്കണ്ടേ? ഇവിടുത്തെ അടുപ്പിൽ എങ്ങനെ തീ പുകയും? നീ ഇത് ഓർക്കണ്ടേ? ഒരു കുടുംബമൊക്കെ വീട്ടുകാർ നോക്കേണ്ട ചുമതല ആണുങ്ങൾക്കുള്ളതല്ലേ? അക്കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? നീ എന്തൊരു മനുഷ്യനാണ്? ആത്മാവിൽ സംതൃപ്തരാകാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നാശത്തിൽ വീണുപോകുന്ന സമൂഹത്തിന്റെ രക്ഷയ്ക്ക് അവരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് എന്റെ നിയോഗം. ഞങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നവരാണ്, കുടുംബ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നവരാണ്. പക്ഷെ ഭാര്യയും മക്കളെയും പട്ടിണിക്കിട്ട് കൊല്ലാനും കുടുംബം നോക്കാതെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നാടുകൾ നടക്കാനും പറഞ്ഞാൽ അത് ശരിയാകുമോ? അതിന്റെ പേരാണോ അതിന്റെ ഈ സുവിശേഷം? നിങ്ങൾ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് ദൈവമോ മറ്റു വെക്കില്ലേ? അല്ല പിന്നെ ഇവരോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഈ ഭാഷ പോരാറിയാമേ. ഇവൻ വിചാരിക്കുന്നത് ഇവൻ വലിയ പുണ്യാളനാണെന്ന്. തേങ്ങാക്കൊല. എടാ, മനുഷ്യനാണെങ്കിൽ കുടുംബം നോക്കിയിട്ട് നാട് നന്നാക്കാൻ നടക്കണ. എടാ കൊച്ചുകുഞ്ഞെ, നീ ആരാണെന്നാ നിന്റെ വിചാരം? പൗലോസ് അപ്പോസ്തലനോ? ഏലിയാവോ? ഏലീശായോ? ഒന്നുമല്ലല്ലോ. വീടിന് കൊള്ളാത്തവൻ എങ്ങനെയാണാ ദൈവത്തിന് നല്ലവനാകുന്നത്? സ്വന്തം വീട് നന്നാക്കിയിട്ട് നാട് നന്നാക്കാൻ പോകണം ഇവരെ കേട്ടവന്. അയ്യോ മറിയാമ്മച്ചി, ഇച്ചായൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ കഴിയുന്നില്ല. ഇച്ചായൻ ദൈവവിളി അനുസരിച്ചാ ജീവിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ?
ഇവൻ ആദ്യം വീട് നോക്കട്ടെ, പിന്നെ നാട് നന്നാക്കാനോ രാജ്യം നന്നാക്കാനോ ലോകം നന്നാക്കാനോ പറ്റോട്ടെ. എന്തായാലും ഇവന്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു മോളെ. ദൈവം നടത്തുന്ന വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. എനിക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഞാൻ ദിവസങ്ങളോളം കഴിയുന്നു. അപ്പോഴെല്ലാം ദൈവസാന്നിധ്യം ഞാൻ രുചിച്ചറിയുന്നു. അപ്പാ, എലിക്കുട്ടിക്കും മക്കൾക്കും നീ ആ ദിവ്യശക്തി പകർന്നു നൽകണമേ. ഒരു ദിവ്യശ്രീ കൊച്ചുകുഞ്ഞ് ദിവ്യ തേജസ്സിൽ ഇവിടെ തന്നെ ആസനസ്ഥനായിരുന്നു. ദിവ്യന്റെ മക്കളെയും ഭാര്യയും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇത്തിരി ആഹാരം കൊടുത്തുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ അവർ ഇവിടെ കിടന്ന് ആഹാരം കിട്ടാതെ ചത്തുപോകാനുള്ള മൃഗമേ. എന്നോട് ദേഷ്യം മുതലേ മോളെ, സങ്കടം കൊണ്ട് പറഞ്ഞു പോയത്. വീടാണോ? ഒരു വള്ളക്കാരൻ വീട് ചോദിച്ചു വന്നതാ. പുത്താമ്പാക്കലെ കൊച്ചുകുഞ്ഞ് ഉപദേശമാണോ? അതെ, ഞാൻ തന്നെയാണ് കൊച്ചുകുഞ്ഞ് ഉപദേശി. ഞാനല്പം അകലേന്ന് വരുക. ആ വള്ളത്തിൽ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ ഇറക്കി വെക്കാനാ മുതലാളി പറഞ്ഞു വിട്ടതാ. അതെല്ലാം ഇവിടെ എന്തിനാണ് ഇറക്കി വെക്കുന്നത്? മുതലാളി ഉപദേശിക്കേണ്ടി തന്നു വിട്ടതാ. കുറെ പച്ചക്കറിയും അരിയും മുളകും തേയില പഞ്ചസാര ഏത്തക്ക സകല സാധനങ്ങളുണ്ട്. ഏത് മുതലാളിയാ ഇതൊക്കെ തലവിട്ടത്? ഇതിന്റെ കാശായി കൊടുക്കും? എന്റെ മുതലാളി ഇന്നലെ ഉറങ്ങിയിട്ടില്ല. രാവിലെ എന്നെ വിളിച്ച് സ്ഥലവും വീട്ടുപേരും എല്ലാം കൃത്യമായും പറഞ്ഞു തന്നിട്ട് ഈ സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. അയാ പൈസ വാങ്ങരുതെന്നും തന്നു വിട്ടത് ആരാണെന്ന് പറയരുതെന്നും പ്രത്യേകം പറഞ്ഞു. എല്ലാവരും ഒന്ന് സഹായിക്കണം. ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ. എനിക്ക് നേരെ കിട്ടുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. കുറെ ദൂരമുണ്ടേ. കൊച്ചുഞ്ഞേ, നീ വല്ലാതെ ക്ഷീണിച്ചു വന്നതല്ലേ? ഞങ്ങൾ എല്ലാരും കൂടി സാധനങ്ങൾ ഇറക്കി വെക്കാം. നീ വരണ്ട. എലിക്കുട്ടി, നീ കൂടി വാ. ആ കൊച്ചുങ്ങളെ കൂടെ വിളിച്ചോ. മക്കളെ ഇങ്ങോട്ട് വാ. എനിക്കറിയാമായിരുന്നു നിന്നെ കർത്താവ് കൈവടിയത്തില്ലെന്ന്. നാളെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം
രാത്രികാലങ്ങളിൽ പോലും ദേശവും കാലവും നോക്കാതെ, ആഹാരവും ആരോഗ്യവും നോക്കാതെ, മറ്റുള്ളവരുടെ സങ്കടത്തിലും ദാരിദ്ര്യത്തിലും വിഷമത്തിലും അവർക്കായി പ്രാർത്ഥിച്ചും സ്വയം സമർപ്പിച്ചും കൊച്ചുകുഞ്ഞ് ഉപദേശി പലപ്പോഴും ദൈവവേലയുടെ ഭാഗമായി നാടുനീളെ അനേകയായിരിക്കും. തൻ്റെ ഭാര്യയെയും മക്കളെയും ദൈവത്തിൽ സമർപ്പിച്ച് ആ വിശ്വാസത്തിൽ ഉറച്ച് പിന്തിരിയാത്ത ദൈവദാസനായി മനുഷ്യരുടെ ഇടയിൽ തന്നെ അദ്ദേഹം ജീവിച്ചു. ഈ കർത്തൃവേലയിൽ മുഴുകുമ്പോഴും കർത്താവിൻ്റെ പരീക്ഷണം കൊച്ചുകുഞ്ഞിൻ്റെ മേൽ വീണ്ടും സംഭവിച്ചുകൊണ്ടിരുന്നു. 3 മക്കളിൽ രണ്ടാമനായ ശാമുവേൽ കുട്ടി അവൻ്റെ 9-ാം വയസ്സിൽ കടുത്ത പനി ബാധിച്ച് മരണപ്പെട്ടു. മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ട മകൻ്റെയും വേർപാടിൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയിലും അദ്ദേഹം തൻ്റെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൽ അഭയം പ്രാപിച്ചു. സാമൂഹ്യകുട്ടിയുടെ പനി കുറയും. രാവിലത്തെ പനി കൂടി ചുട്ടു പൊളന്ന പനിയാ. ഇച്ചായൻ എപ്പോഴാ വരുന്നത് എനിക്കൊരു തിട്ടവുമില്ല. ഒന്ന് വന്ന് നോക്ക്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. കൊച്ചുകുഞ്ഞിനെ അറിയിക്കാൻ ആള് വിട്ടു. ഇച്ചായനെ അറിയിക്കാൻ ആള് പോയിട്ടുണ്ട് മറിയാമ്മച്ചി. അറിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചായനക്ക് എത്തും. മറിയാമ്മച്ചി കുഞ്ഞിനെ വന്നത് നോക്ക്. മോനെ, സാമൂലുട്ടി കണ്ണുടക്കടാ. മോനെ, മോനെ, മറിയാമ്മച്ചിയാണ് വിളിക്കുന്നത്. കണ്ണു തുറക്കു മോനെ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്ത്. അപ്പ എന്റെ എനിക്കും മക്കൾക്കും നീ ആത്മീയ ബലം നൽകണമേ. കർത്താവിന്റെ കയ്യിൽ ദുഃഖത്തിന്റെ ഫലമാത്ര സന്തോഷത്തോടെ
പല വിധത്തിലുള്ള കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിലും വിശ്വാസത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പ്രയാസങ്ങൾ വർദ്ധിക്കും തോറും കൂടുതൽ കൂടുതൽ ദൈവവുമായി അദ്ദേഹം അടുക്കുകയായിരുന്നു. തൻ്റെ അവസാന നാളുകൾ എത്തിക്കഴിഞ്ഞു എന്ന് സ്വയം തിരിച്ചറിഞ്ഞ കൊച്ചുകുഞ്ഞ് ഉപദേശി നിരവധി ദിവസത്തെ ഏകാന്ത തടവും ധ്യാനവും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി. തൻ്റെ എല്ലാ സ്വത്തുക്കളും അവയുടെ ഉത്തരവാദിത്വവും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചു. ബാഹ്യലോകവുമായി ഉണ്ടായിരുന്ന സമസ്ത ബന്ധങ്ങളും വിച്ഛേദിച്ചു. ഇതിനിടയിൽ ഏലിയാമ്മയെയും മക്കളെയും ഏലിയാമ്മയുടെ മാതാപിതാക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതും കൊച്ചുകുഞ്ഞിനെ മാനസികമായി വല്ലാതെ പിടിച്ചുലച്ചു. വെളിച്ചം അധികം കടന്നു ചെല്ലാത്ത ഒരു നിലവറയിൽ അദ്ദേഹം താമസമാക്കി. സഹായികളോ പരിചാരകരോ ആരുമൊക്കെ ഉണ്ടായിരുന്നില്ല. ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിനായി വായനയിൽ കൂടുതൽ സമയവും ചെലവഴിച്ചു. ഭക്ഷണക്രമം നിയന്ത്രിച്ചു. ജീവിതത്തിലെ കർശനമായ ചിട്ടകൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു. പലതവണ അദ്ദേഹം രോഗശയ്യയിലായി. ഉപവാസവും അനാരോഗ്യവും തൻ്റെ ശരീരത്തെ ഇല്ലാതാക്കി. അറിഞ്ഞുകൊണ്ട് തന്നെ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. ഒടുവിൽ തൻ്റെ ഗീതത്തിൽ എഴുതിയതുപോലെ ശുദ്ധരോടത്ത് ആനന്ദിപ്പാൻ ലോകത്തെയും അതിലുള്ള എല്ലാത്തിനെയും ഉപേക്ഷിച്ച് 1945 നവംബർ 30 രാവിലെ 8:45 മണ്ണായ തൻ്റെ ഭൗതിക ശരീരം വിട്ട് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ചേർന്നു. ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ആശ്വാസമേ എനിക്ക് ചേർന്നിടുമേ ഞാനും കൂട്ടത്തിൽ ചേർന്ന് ഡിസംബർ 1 നടന്ന ശവസംസ്കാര ശുശ്രൂഷ ചരിത്ര സംഭവമായി മാറി. 2 ബിഷപ്പുമാരും 100-ലധികം വൈദികരും 40,000-ഓളം വരുന്ന വിശ്വാസികൾ അടങ്ങുന്ന ബഹുജനങ്ങളും ആ ധന്യപുരുഷന്റെ അന്ത്യയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു. കൊച്ചുകുഞ്ഞ് ഉപദേശി ദൈവത്തിൻ്റെ അത്ഭുതദാസൻ. നാടകരചനയും സംവിധാനവും അലക്സ് വള്ളികുന്ന. ശബ്ദം നൽകിയവർ കവടിയാർ സുരേഷ്, ശ്രീധരി സുരേഷ്, അനുജ ഭാസ്കർ, ദിലീപ് ദേവ്, അലക്സ് വള്ളികുന്ന. സ്റ്റുഡിയോ നിസേര സ്റ്റുഡിയോ, തിരുവനന്തപുരം. ഈ നാടകത്തിൽ വേഷപ്പെട്ടവരെ പരിചയപ്പെടുത്താം. റെനി ബോബൻ, ബിൻസി സുനിൽ, ബിജി സഖറിയ, രാജേഷ് വിൽസൺ, ലിയോണ മറിയം അനു, ജെറൂഷ് കൈശരി, അലക്സ് വള്ളികുന്ന.
രംഗ സജ്ജീകരണം രാജേഷ് ബിസർ. രംഗ സാമഗ്രികൾ ഒരുതം തിയേറ്റർ തിരുവനന്തപുരം. ശബ്ദ നിയന്ത്രണം കുരുവിള പി വർഗീസ്. പ്രകാശ നിയന്ത്രണം AK സുജിത് സൂര്യൻ. നാടകാവതരണം തുടങ്ങിയവർ കറ്റാണ്. ഈ നാടകാവതരണത്തിന് അവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട പരിക്കോലിത്തറയിൽ കുടുംബയോഗം കമ്മിറ്റി ഭാരവാഹികളോട് നാടകം സശ്രദ്ധം വീക്ഷിച്ച് പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹപൂർണ്ണമായ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.